ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കാണും, മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ എന്നൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരുന്ന് കാണും. അപ്പോൾ ആ ചാപ്റ്ററിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി വൈ ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പോൾ വൈക്ക് സം വാല്യൂസ് തന്നിരിക്കും. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് ആ വാല്യൂസിനെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് എ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് ഫ്രം എ സെറ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് ദി ഇൻ്റഗ്രൻറ്റ് വൈ ഈസ് കോൾഡ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. ഇനി തന്നിരിക്കുന്ന ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ ക്യാപിറ്റൽ ഐ എന്ന് ഡിനോട്ട് ചെയ്യുക. ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു integral a to b y dx, where y takes the values y0, y1, y2 etc. up to yn, and x is equal to x0, x1, x2 etc. up to xn. Let the interval of integration എന്ന് പറയുന്നത് a മുതൽ b വരെയാണ്, a to b, to divided into n equal sub intervals, each of width h is equal to b minus a by n, so that h0 equal to a, x1 equal to x0 plus h, x2 equal to x0 plus 2h, etc. up to xn equal to x0 plus nh is equal to b. Let capital I is equal to integral a to b y dx equal to integral h0 to h0 plus nh f of x into dx. ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് നമ്മൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ റൂളാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സിംസൺസ് 1/3 റൂളാണ്. ഇപ്പോൾ ട്രപ്പിസോയിഡൽ റൂൾ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി വൈ ഇൻറ്റു ഡി എക്സ് ആണ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അപ്പോൾ അതിൽ എനെ ഡിനോട്ട് ചെയ്യുന്ന h0 എന്നും ബിനെ ഡിനോട്ട് ചെയ്യുന്നത് h0 പ്ലസ് എൻ എച്ച് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ h0 ടു h0 പ്ലസ് എൻ എച്ച് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു h by 2 into y0 plus yn plus 2 into y1 plus y2 plus etc. plus yn minus 1. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വൈക്ക് സം വാല്യൂസ് എല്ലാം തന്നിരിക്കും. y0, y1, y2 etc. up to yn എന്ന് തന്നിരിക്കും. അപ്പോൾ ട്രപ്പിസോയിഡൽ റൂൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് h എന്ന് പറയുന്ന വിഡ്ത്ത് ആണ്, b മൈനസ് എ ബൈ എൻ എന്ന് പറയുന്നതാണ് h എന്ന് പറയുന്നത്. അപ്പോൾ y0 എന്ന് പറയുന്ന ഫസ്റ്റ് ടേമും yn എന്ന് പറയുന്നത് സെക്കൻഡ് ടേമാണ്. അതാണ് h by 2 ഇൻറ്റു സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ്, y എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്, പ്ലസ് 2 ഇൻറ്റു സം ഓഫ് ദി റിമൈനിങ് ടേംസ്. ഇങ്ങനെ വേണം ട്രപ്പിസോയിഡൽ റൂൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിംസൺസ് 1/3 റൂളാണ്. ലെറ്റ് ക്യാപിറ്റൽ ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ h0 ടു h0 പ്ലസ് എൻ എച്ച് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് h by 3 ഇൻറ്റു y0 പ്ലസ് yn പ്ലസ് 4 ഇൻറ്റു y1 plus y3 plus y5 plus etc. plus yn minus 1 plus 2 into y2 plus y4 plus etc. plus yn minus 2. ഇപ്പോൾ h by 3, h എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ആണ്, y0 plus yn എന്ന് പറയുന്നത് സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ആണ്, പ്ലസ് 4 ഇൻറ്റു y1 plus y3 plus y5 plus etc. plus yn minus 1. ഇതെന്ന് പറയുന്നത് സം ഓഫ് ദി ഓഡ് ടേംസ് ആണ്, പ്ലസ് 2 ഇൻറ്റു y2 plus y4 plus etc. plus yn minus 2, സം ഓഫ് ദി ഈവൻ ടേംസ് ആണ്. ഇനി ഫസ്റ്റ് പ്രോബ്ലം ആണ്, യൂസ് ട്രപ്പിസോയിഡൽ റൂൾ ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് ക്യൂബ് ഡി എക്സ് കൺസിഡറിങ് 5 സബ് ഇൻ്റർവെൽസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്, എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 1. അപ്പോൾ h എന്ന് പറയുന്നത് b മൈനസ് എ ബൈ എൻ ആണ്, h is equal to b മൈനസ് എ ബൈ എൻ. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് കൺസിഡറിങ് 5 സബ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആണ്, n is equal to 5. ഇനി നമ്മുടെ h കാൽക്കുലേറ്റ് ചെയ്യണം. h is equal to b മൈനസ് എ ബൈ എൻ ആണ്. അപ്പോൾ 1 മൈനസ് 0 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും, അപ്പോൾ 0.2. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എക്സ് ക്യൂബ് ആണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇനി എക്സ് എന്ന് പറയുന്നത് 5 സബ് ഇൻ്റർവെൽസ് ആണല്ലോ, അപ്പോൾ h എന്ന് പറയുന്ന 0.2 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 0.2 ഇത് ആഡ് ചെയ്ത് പോകണം. ഫസ്റ്റ് എന്ന് പറയുന്ന 0, ഫസ്റ്റ് എ എന്ന് പറയുന്ന 0 ആണ്, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0.2 ഇത് ആഡ് ചെയ്ത് പോവുക.
ഇപ്പോൾ 0, 0.2, 0.4, 0.6, 0.8, 1. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ എക്സ് 0 ആകുമ്പം എഫ് ഓഫ് എക്സ് പറയുന്നത് 0 ആണ്. അത് കഴിഞ്ഞിട്ട് എക്സ് 0.2 ആകുമ്പോഴോ എഫ് ഓഫ് എക്സ് എന്താണ് 0.008. അപ്പോൾ എക്സ് 0.4 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0.064. എക്സ് ഈക്വൽ ടു 0.6 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0.216. എക്സ് ഈക്വൽ ടു 0.8 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0.512. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1.000. അപ്പോൾ നമ്മുടെ താഴെ വാല്യൂസ് എല്ലാം എഴുതിയിട്ടുണ്ട്. y0, y1, y2, y3, y4 ആൻഡ് y5. ഈ ട്രപ്പിസോയിഡൽ റൂൾ നോക്കണം. ഇന്റഗ്രൽ 0 to 1 x cube dx is equal to h/2 into sum of the first and last terms. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന y0 ആണ്, ലാസ്റ്റ് ടേം എന്ന് പറയുന്ന y5 ആണ്. പ്ലസ് 2 ഇൻറ്റു സം ഓഫ് ദി റിമൈനിങ് ടേംസ്. ഇപ്പോൾ റിമൈനിങ് ടേംസ് ഏതൊക്കെയാണ്? y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് y4 ആണ്. 0.2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0 പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 0.008 പ്ലസ് 0.064 പ്ലസ് 0.216 പ്ലസ് 0.512 പ്ലസ് 1. 0.1 ഇൻറ്റു 2.6 എന്ന് വരും. 0.26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 dx by 1 plus h square using Simpson's 1/3 rule taking h is equal to 1/4. Hence compute an approximate value of pi. അപ്പോൾ ഇവിടെ അതുപോലെ ക്യാപിറ്റൽ ഐ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഇന്റഗ്രൽ 0 to 1 dx by 1 plus h square ആണ്. പി എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/1 പ്ലസ് എച്ച് സ്ക്വയർ ആണ്. എച്ച് തന്നിട്ടുണ്ട് 1/4 എന്ന് പറയുന്നത് 0.25 ആണ്. ഇനി നമുക്കറിയാം എ എന്ന് പറയുന്ന 0യും ബി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 0 ആണ്, ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എച്ച് എന്ന് പറയുന്നത് 0.25 ആണ്. അപ്പോൾ 0.25 ഇത് ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു 0, 0.25, 0.50, 0.75, 1. ഇനി എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 1/1 പ്ലസ് എച്ച് സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, 0.9412, 0.8, 0.64, 0.5. അപ്പോൾ നമ്മുടെ താഴെ അതിൻ്റെ വാല്യൂസ് എല്ലാം എഴുതിയിട്ടുണ്ട്. y0, y1, y2, y3 ആൻഡ് y4. ഇനി സിംസൺസ് 1/3 റൂൾ ഉപയോഗിച്ച് ഇന്റഗ്രൽ 0 to 1 dx by 1 plus h square equal to h/3 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്തായിരിക്കും? y0 പ്ലസ് y4 ആണ്. പ്ലസ് 4 ഇൻറ്റു സം ഓഫ് ദി ഓഡ് ഓർഡിനേറ്റ്സ് ആണ്. അപ്പോൾ സം ഓഫ് ദി ഓഡ് ഓർഡിനേറ്റ്സ് പറയുമ്പം y1 ആൻഡ് y3 പ്ലസ് 2 ഇൻറ്റു സം ഓഫ് ദി ഈവൻ ഓർഡിനേറ്റ്സ്. അപ്പോൾ ഈവൻ ഓർഡിനേറ്റ്സ് ഇവിടെ y2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 0.25/3 ഇൻറ്റു 1 പ്ലസ് 0.5 പ്ലസ് 4 ഇൻറ്റു 0.9412 പ്ലസ് 0.64 പ്ലസ് 2 ഇൻറ്റു 0.8. അപ്പോൾ 0.7854. അപ്പോൾ ഇത് നമുക്ക് സിംസൺസ് 1/3 റൂൾ ഉപയോഗിച്ച് കിട്ടിയ വാല്യൂ ആണ്. ഇനി നമ്മൾ ആക്ച്വൽ ഇൻ്റഗ്രേഷൻ എടുക്കണം എന്ന് ഞാൻ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട്. ഹെൻസ് കമ്പ്യൂട്ട് ആൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് പൈ. അപ്പോൾ നമ്മൾ ആക്ച്വൽ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യും? ഇന്റഗ്രൽ 0 to 1 dx by 1 plus h square. അപ്പോൾ ഇന്റഗ്രൽ 1/1 plus h square എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് x ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് x ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 1. അപ്പോൾ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ്, ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 0. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് π/4 ആണ്. അപ്പോൾ π/4 മൈനസ് 0 ഈക്വൽ ടു π/4. അപ്പോൾ π/4 ഈക്വൽ ടു ഇനി സിംസൺസ് 1/3 റൂൾ ഉപയോഗിച്ച് ഇന്റഗ്രൽ 0 to 1 dx by 1 plus h square നമുക്ക് എന്ത് കിട്ടി? 0.7854 ആണ്. അപ്പോൾ π/4 ഈക്വൽ ടു 0.7854. ദിസ് ഇംപ്ലൈസ് പൈ ഈക്വൽ ടു എന്താണ്? 3.1416. അപ്പോൾ നമുക്ക് പൈയുടെ വാല്യൂ ഓൾറെഡി 3.14 ആണ്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചും നമുക്ക് ആക്ച്വൽ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചും പൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 3.14 എന്ന് നമുക്ക് കിട്ടി.